ശ്രീകുമാർ, സാധാരണഗതിയിൽ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് കൂടുതൽ പേർ പോയിരുന്നത്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നൊരു പറച്ചിൽ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ആളുകൾ പോകുമ്പോൾ അതിനെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ പോകുമ്പോൾ സി പി എം കൂടുതൽ ദുർബലമാകും. അങ്ങനെ സി പി എം ദുർബലമാകുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് ശത്രു എന്ന് പറയുന്നത് സി പി എം ആണ്. അപ്പോൾ അവർക്കുണ്ടാകാവുന്ന അവർ ദുർബലരാകുന്നത് കോൺഗ്രസ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, സംശയമൊന്നുമില്ല. അതൊരു രാഷ്ട്രീയമായ ഒരു മര്യാദയുടെ ഭാഗമായിട്ടുള്ള നിരീക്ഷണമാണ്. ബി ജെ പിയിലേക്ക് സി പി എം പോകുമ്പോൾ കേരളത്തിലെ സി പി എം മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങളോട് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവർ കേരളത്തിലെ സി പി എം ആണ് ബി ജെ പിയെ നേരിടാൻ കരുത്തുള്ള പാർട്ടി എന്ന് പറഞ്ഞവരാണ് ബി ജെ പിയിലേക്ക് അവരുടെ ഏരിയ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് നേതാവുമൊക്കെ പോകുന്നത്. അപ്പോൾ അവർ ന്യായീകരണം കണ്ടെത്തുന്നത് വ്യക്തിപരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചാണ്. ഇവിടെ ശ്രീ പത്മനാഭനാണെങ്കിൽ ഇതെല്ലാം ലഘൂകരിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ സ്മൃതി, ഇത് കേരളത്തിലെ സി പി എം നേരിടാൻ പോകുന്ന വലിയ ദുരന്തത്തിൻ്റെ തുടക്കമാണെന്ന് നമ്മൾ ഗൗരവത്തോടെ കാണണം. കാരണം ശിപ്പായി ലഹള നടന്നത് ഏത് കാലത്താണ് എന്ന് പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു. കേരളത്തിലെ സി പി എമ്മിൻ്റെ 60 വർഷത്തെ ചരിത്രം ആരെങ്കിലും ഇക്കാലത്ത് എഴുതാൻ പോയാൽ സി പി എമ്മിൽ ഏരിയ ലഹള നടന്ന കാലം ഏതാണ്, ഏത് വർഷത്തിലാണ്, ആരാണെന്ന് ഭരിച്ചിരുന്നതെന്നൊരു ചോദ്യം വന്നാൽ അതിന് ഉത്തരം പറയേണ്ടി വരും. കാരണം കേരളത്തിലെ 60 വർഷത്തെ സി പി എമ്മിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഏരിയ ലഹളയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു പാർട്ടി വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പരസ്പരം ഉന്നയിക്കുന്നത് ആശയപരമായ കാര്യമല്ല, അഴിമതി കാര്യമാണ്. ജില്ലാ സെക്രട്ടറി ഏരിയ സെക്രട്ടറിക്കെതിരെ, ഏരിയ സെക്രട്ടറി ജില്ലാ സെക്രട്ടറിക്കെതിരെ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എ കെ ബാലനാൻ തോന്നുന്നുണ്ട് സി പി എം പൂതലിക്കാതെ നോക്കണമെന്ന് പറഞ്ഞതായിട്ട് കേട്ടു ഒരു നേതാവ്. പൂതലിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അന്ന് കുറേ പേർ അന്വേഷിച്ചു. പൂതലിക്കുക എന്ന് വെച്ചാൽ തൃശ്ശൂർ സൈഡിലുള്ളൊരു ഭാഷയാണ്. എന്ന് വെച്ചാൽ ജീർണിക്കുക, ചെതലിൽ നിന്ന് പോവുക, അടിത്തട്ടിൽ നിന്നുള്ള ജീർണത, അതാണ് പൂതലിക്കുക എന്ന് വെച്ചാൽ. അത് വരുന്നോ എന്നൊരു ശങ്ക ഇപ്പോൾ നമുക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത്തരമൊരു കാലഘട്ടത്തിൽ ഈ സി പി എം ഇനി കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്നൊരു ചോദ്യം ഉയരുമ്പോഴാണ് ശ്രീ അരുൺകുമാറുടെ കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിയിലെ വ്യതിയാനമാണ് ചിലർക്കെന്ന് പറഞ്ഞത്. ശ്രീ അരുൺകുമാർ, എന്താണ് കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി എന്ന് വെച്ചാൽ? റിസോർട്ടുള്ളതാണോ? അതോ കാപ്പ കേസിലെ പ്രതിയെ നേതാവ് കമ്മിറ്റിയിൽ എടുക്കുന്നതാണോ? അതോ ഏതെങ്കിലും റിസോർട്ടിൽ താമസിക്കുന്നതാണോ? അതോ ഏതാണ് ഉദ്ദേശിക്കുന്നത്? സമ്പന്ന കമ്മ്യൂണിസ്റ്റും ദരിദ്ര കമ്മ്യൂണിസ്റ്റും എന്ന രീതിയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി മാറിയത് ഈ കാലത്തല്ലേ? ദരിദ്ര കമ്മ്യൂണിസ്റ്റുകൾ ഇന്നുണ്ടോ നിങ്ങളുടെ പാർട്ടിയിൽ? സമ്പന്ന കമ്മ്യൂണിസ്റ്റുകളുടെ ഏറ്റക്കുറച്ചിലല്ലേ, പെറ്റി ബൂർഷ്വാ എന്ന് നിങ്ങൾ പറയുന്നവരല്ലേ പാർട്ടി കൂടുതൽ? പിന്നെ എന്ത് ജീവിത രീതിയെക്കുറിച്ചാണ് നിങ്ങളീ പറയുന്നത്? ഇവിടെ പറ്റിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭരണസുഖം അനുഭവിച്ച ഒരു പാർട്ടിയായി സി പി എം മാറി. ഭരണസുഖം നഷ്ടപ്പെടുമ്പോൾ ഭരണമുള്ള മറ്റ് പാർട്ടികളിലേക്ക് നേതാക്കൾ പോകും. അത് ബി ജെ പി ഒന്നും നോക്കിയിട്ടല്ല. ബി ജെ പിക്ക് ഇപ്പോൾ ഭരണമുള്ളതുകൊണ്ടാണ് പോകുന്നത്. കോൺഗ്രസിനാണ് ഭരണമെങ്കിൽ കോൺഗ്രസിലേക്ക് പോകും. ഇപ്പോൾ ഭരണം ബി ജെ പിക്കാണ്. അപ്പോൾ ഭരണസുഖം അനുഭവിക്കുന്ന നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയവരും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അങ്ങനെ ഒരു തുറന്ന സമ്മതിക്കലോട് കൂടിയല്ലേ ആ പറയച്ചൽ? എന്താ സംശയം അതിൽ? കോൺഗ്രസിൻ്റെ ഭരണം നഷ്ടപ്പെട്ടപ്പോഴല്ലേ പലരും കോൺഗ്രസ് വിട്ടുപോകുന്നത്. അത് ദേശീയ തലത്തിലുമുണ്ട്, സംസ്ഥാനത്തുമുണ്ട്. ഇനി അത് മാത്രമല്ല, ഇവിടെ സന്ദീപ് വാര്യരുടെ ഒരു വരവ് നിങ്ങൾ ശ്രദ്ധിക്കണം. സന്ദീപ് വാര്യർ വന്നത് കേരളത്തിലും കേന്ദ്രത്തിലും കോർപ്പറേഷനുകളിലും ഭരണമില്ലാത്ത കോൺഗ്രസിലേക്കാണ്. അത് വേറിട്ട് നമ്മൾ കാണണം ഇവിടെ. അത് ഞാൻ സ്മൃതി ചോദിച്ചുകൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ പാർട്ടിയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീർണത, അതായത് സി പി എമ്മിൻ്റെ ഭാഷയിൽ എ കെ ബാലനാണോന്ന് എനിക്കറിയില്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ബാലനായിരിക്കാം, പൂതലിച്ച എന്ന് പറഞ്ഞത് അത് വളരെ കറക്റ്റാണ്. അത് അടിയിൽ നിന്നാണ് തുടങ്ങുക. ഏരിയ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ജീർണത ബാധിച്ചു ഈ പാർട്ടിക്ക്. അവരത് തരണം ചെയ്യുമോ എന്നുള്ളതൊക്കെ അവരുടെ പാർട്ടി സംഘടനാ സംവിധാനം വെച്ചുകൊണ്ടുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞതെല്ലാം മാറ്റിയില്ലേ സ്മൃതി? ഇവരെല്ലാം മാറ്റി പറയല്ലേ. പാലക്കാട് എന്തൊക്കെ പറഞ്ഞു? ഇന്നിതാ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഒരു നയം പ്രഖ്യാപിച്ചു. പെട്ടി രാഷ്ട്രീയമുണ്ട്, ഒരൊറ്റ നേതാവ് പിന്താങ്ങുന്നില്ല. പക്ഷെ പറയുകയാണ് സി പി എമ്മിൽ നിന്ന് എല്ലാവരും നേതാക്കളാണ്, എല്ലാവരും നയം പ്രഖ്യാപിക്കുകയാണ്.
ബദൽ രേഖ അവതരിപ്പിച്ച എം വി രാഘവൻ്റെ ഉള്ള സംസ്ഥാനത്തെ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി EMS-ൻ്റെ കാലം, അക്കാലത്ത് ബദൽ രേഖ അവതരിപ്പിച്ചപ്പോൾ രാഘവൻ്റെ ഒപ്പമായിരുന്നു കൂടുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും. എന്നിട്ടാണ് EMS ഒരു പ്രഖ്യാപനം നടത്തി, അവസാനത്തെ വജ്രായുധം എന്താണെന്നറിയാമോ? ഒരു പിളർപ്പിന് കൂടി നിങ്ങൾ തയ്യാറെടുത്തോളാൻ. അതോടുകൂടി എം വി രാഘവൻ്റെ ഒപ്പം നിന്നവരെല്ലാം മാറി. കാരണം EMS-ൽ വിശ്വാസം ഉണ്ടായിരുന്നു. സ്മൃതി, EMS എന്ന നേതാവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പിളരുമെന്ന് പറഞ്ഞാൽ പിളരുന്നറിയാം. പക്ഷെ ഇവിടെ പാർട്ടി നന്നാകുമെന്നോ പിളരുമെന്നോ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അണികൾക്ക്. കാരണം ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത്. ഇന്ന് രാവിലെ ഒരു നേതാവ് പറയും, ഉച്ചയ്ക്ക് വേറൊരു നേതാവ് പറയും. അവസാനത്തെ ഉദാഹരണം മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് AK ബാലൻ പറഞ്ഞതും NN കൃഷ്ണദാസ് പറഞ്ഞതും, അതുപോലെ അവിടുത്തെ സ്ഥാനാർത്ഥിയായ സരിൻ പറഞ്ഞതും, അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതും ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ മതി. അപ്പോൾ ആരാണ് നയം ഈ പാർട്ടിയിൽ രൂപീകരിക്കുന്നത്? അങ്ങനെ നയമില്ലാത്തൊരു പാർട്ടിയിൽ ഇപ്പോൾ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിയല്ല. കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി എന്ന് അരുൺകുമാർ പറഞ്ഞത് ഒരു ഘട്ടത്തിൽ ശരിയാകും. എന്ത് പാർട്ടിയിൽ സമ്പന്നത കടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് ഞാൻ പറഞ്ഞതല്ല. പാർട്ടിയിൽ ആർഭാട ജീവിതം ഉണ്ടായിരിക്കുന്നു, സഖാക്കൾ ആർഭാടം കൂടുന്നു എന്ന് പറഞ്ഞതാരാ? പാർട്ടി സെക്രട്ടറി അല്ലേ, പാർട്ടി നേതാക്കളല്ലേ? പക്ഷെ ആർഭാടം നിയന്ത്രിക്കാൻ പാർട്ടിക്ക് പറ്റാത്തത് മുകൾ തട്ട് തൊട്ട് അടിത്തട്ട് വരെയുള്ളവരുടെ ആർഭാടം നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ പാർട്ടി ഇല്ലാതാകും. അതായത് ഇടത്തരം നേതാക്കളെ എന്നുവെച്ചാൽ മധ്യനിരയിലുള്ള നേതാക്കളുടെ അഴിമതി സംസ്ഥാന നേതാക്കൾ കണ്ടില്ലെന്നടിക്കുന്നു. അല്ലെങ്കിൽ മധ്യനിരയിലുള്ള നേതാക്കളെ നിയന്ത്രിക്കാൻ സംസ്ഥാന നേതാക്കൾക്ക് പറ്റുന്നില്ല. കാരണം ഇവരും അവരും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധം കാണുമായിരിക്കും. ഇതൊക്കെയല്ലേ ഇന്ന് പാർട്ടി നടക്കുന്നത്. അതല്ലാതെ എന്താണ് സംഭവിച്ചത്? ഏത് ആശയമാണ് അല്ലെങ്കിൽ ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണ്? ഒരു വിശ്വാസമില്ല, ഒരു പാർട്ടിയിൽ ഒരു വിശ്വാസവുമില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആശയപരമായ കാര്യമില്ല. ആശയപരമായ കാര്യം പാർട്ടിയിൽ നിന്ന് പോയിട്ട് കാലങ്ങളായി. അത് EMS-ൻ്റെ മരണത്തോടെ തന്നെ പോയിരിക്കുന്നു. ഒരു പക്ഷേ VS അച്യുതാനന്ദൻ്റെ കാലത്തുണ്ടായിട്ടുള്ള പാർട്ടിയിലെ വിഭാഗീയതയെക്കുറിച്ച് നമുക്ക് പറയാം. പക്ഷേ ഇന്ന് വിഭാഗീയത ഇല്ലല്ലോ. നേതൃതലത്തിൽ, അതായത് സംസ്ഥാന തലത്തിൽ CPM-ൽ വിഭാഗീയത ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ര മോശമാകുമായിരുന്നില്ല അടിത്തട്ട്. കാരണം സ്മൃതി എന്ന് ആലോചിച്ച് നോക്കൂ, വടക്കുന്ന എല്ലാ പ്രത്യേകിച്ച് വടക്കും ജില്ലകളിൽ താരതമ്യേന കുറവാണ്. അത് ആശയപരമായ വിഭാഗീയത മാത്രമല്ല, അവിടെ നേതൃനിരയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കണ്ണൂർ കാസർഗോഡ് തൊട്ട് ഏതാണ്ട് കോഴിക്കോട് വയനാട് വരെ നിയന്ത്രിക്കാൻ നേതാക്കൾക്ക് പറ്റുമായിരുന്നു. ശരി, മുകൾ തട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വിഭാഗീയതയായിരുന്നു. ഇപ്പോൾ അതല്ല, അതിനെയാണ് പാർട്ടി സെക്രട്ടറി വിഭാഗീയതയല്ല, പ്രാദേശിക തർക്കങ്ങൾ എന്ന രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിൽ അത് ശരിയാണ് താനും. പക്ഷെ ആ തർക്കങ്ങളുടെ സ്വഭാവം, അതിലുൾപ്പെട്ട വിഷയങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിരിക്കുന്ന കാര്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.